ഇന്നത്തെ നമ്മുടെ ഹിന്ദി ക്ലാസ്സിൽ നിറങ്ങളാണ് പഠിക്കുന്നത്. രംഗ് രംഗ് ഇവിടെ ഇതിൻ്റെ ഹിന്ദിയും എഴുതിയിട്ടുണ്ട്, ഇതിൻ്റെ മലയാളവും എഴുതിയിട്ടുണ്ട്. രംഗ് ബിരംഗ്, രംഗ് ബിരംഗ്. രംഗ് ബിരംഗ് എന്നാൽ പല നിറങ്ങൾ, പല നിറങ്ങൾ. അപ്പോൾ ആദ്യത്തെ നോക്കാം. അതെന്താ? സഫേദ്, സഫേദ് കളറാണ്. സഫേദ്, സഫേദ് എന്നാൽ വെള്ള. വക്, വക് കാ രംഗ് സഫേദ് ഹേ. അതിൻ്റെ തന്നെ മലയാളത്തിലൂടെ എഴുതിയിട്ടുണ്ട്. വക് കാ രംഗ് സഫേദ് ഹേ. കൊക്കിൻ്റെ, വക് എന്നാൽ കൊക്ക്, കൊക്കിൻ്റെ നിറം വെള്ള ആകുന്നു. കൊക്കിൻ്റെ നിറം വെള്ളയാകുന്നു. ഇതെങ്ങനെ ഹിന്ദി പറയുന്നത്? വക് കാ രംഗ് സഫേദ് ഹേ. അടുത്തത് ബ്ലാക്ക് കളർ, കാല. ബ്ലാക്ക് എന്നാൽ കറുപ്പ്, കറുപ്പിന് ഹിന്ദിയിൽ കാല എന്നാണ് പറയുന്നത്. കൗവേ, കൗവേ, കൗവേ എന്നാൽ കാക്ക. കൗവേ കാ രംഗ് കാല ഹേ. കൗവേ കാ രംഗ് കാല ഹേ. കാക്കയുടെ നിറം കറുപ്പ് ആകുന്നു. കാക്കയുടെ നിറം കറുപ്പാകുന്നു. ഹിന്ദിയിൽ എങ്ങനെയാണ് പറയുന്നത്? കൗവേ കാ രംഗ് കാല ഹേ. കാല എന്നാൽ കറുപ്പ്. അടുത്തത് മഞ്ഞ, യെല്ലോ കളർ, യെല്ലോ കളർ, മഞ്ഞ കളർ. നീമ്പു, നീമ്പു എന്നാൽ നാരങ്ങ, ചെറുനാരങ്ങ. നീമ്പു കാ രംഗ് പീലി ഹേ. നീമ്പു കാ രംഗ് പീലി ഹേ. ഹിന്ദിയിൽ മലയാളത്തിൽ അത് എഴുതിയിട്ടുണ്ട്. നീമ്പു കാ രംഗ് പീലി ഹേ. ചെറുനാരങ്ങയുടെ നിറം മഞ്ഞ ആകുന്നു. ചെറുനാരങ്ങയുടെ നിറം മഞ്ഞയാകുന്നു എന്ന് ഹിന്ദിയിൽ എങ്ങനെയാണ് പറയുന്നത്? നീമ്പു കാ രംഗ് പീലി ഹേ. അടുത്തത് ലാൽ, ലാൽ എന്നാൽ റെഡ് കളർ. थैले, थैले, थैले का रंग लाल है. थैले का रंग लाल है. സഞ്ചി, ഇതൊരു സഞ്ചിയാണ്. സഞ്ചിയുടെ നിറം ചുവപ്പ് ആകുന്നു. ചുവപ്പ്, റെഡ്, ചുവപ്പ്. സഞ്ചിയുടെ നിറം ചുവപ്പ് ആകുന്നു എന്ന് ഹിന്ദിയിൽ പറയുന്നത് എങ്ങനെയാണ്? थैली का रंग लाल है. അടുത്തത് നീല, നീല എന്നാൽ ബ്ലൂ കളർ, നീല കളർ. ഫ്രോക്ക്, ഇതൊരു ഫ്രോക്ക് അല്ലേ? ഫ്രോക്ക് കാ രംഗ് നീല ഹേ. ഫ്രോക്ക് കാ രംഗ് നീല ഹേ. ഉടുപ്പിൻ്റെ, ഉടുപ്പിൻ്റെ നിറം നീല ആകുന്നു. ഉടുപ്പിൻ്റെ നിറം നീലയാകുന്നു എന്ന് ഹിന്ദിയിൽ പറയുന്നത് ഫ്രോക്ക്. ഫ്രോക്ക് എന്നാൽ ഉടുപ്പ്. ഫ്രോക്ക് കാ രംഗ് നീല ഹേ. അടുത്തത് ഗ്രീൻ കളർ, ഹര, പച്ച കളർ. ഇതൊരു ലീഫല്ലേ? പത്തേ, ലീഫിന്, ഇലയ്ക്ക് പത്തേ എന്നാണ് പറയുന്നത്. പത്തേ കാ രംഗ് ഹരാ ഹേ. പത്തേ കാ രംഗ് ഹരാ ഹേ. ഇലയുടെ നിറം പച്ചയാകുന്നു. ഇലയുടെ നിറം പച്ചയാകുന്നു എന്ന് ഹിന്ദിയിൽ പറയുന്നത് പത്തേ കാ രംഗ് ഹരാ ഹേ. അടുത്തത് ഓറഞ്ച് കളർ, ഓറഞ്ച് കളർ. സന്ത്രേ, സന്ത്രേ എന്നാൽ ഓറഞ്ച്. ഓറഞ്ച് എന്നും ഓറഞ്ചാണ് സന്ത്രേ. സന്ത്രേ കാ രംഗ് നാരംഗി ഹേ. സന്ത്രേ കാ രംഗ് നാരംഗി ഹേ. നാരങ്ങയുടെ നിറം, ഇവിടെ നാരങ്ങ എന്നാണ് അവർ കൊടുത്തിരിക്കുന്നത്. ഇത് ആക്ച്വലി ഇത് ഓറഞ്ചാണ്. നമ്മൾ കഴിക്കുന്ന ഓറഞ്ച്, ഒരു ഫ്രൂട്ടാണിത്. നാരങ്ങയുടെ നിറം ഓറഞ്ച് ആകുന്നു. സന്ത്രേ കാ രംഗ് നാരംഗി ഹേ. ഗുലാബ്, ഗുലാബി, ഗുലാബി എന്നാൽ റോസ് കളർ. ഗുലാബ്, ഈ ഫ്ലവറിനും ഗുലാബ് എന്ന് തന്നെയാണ് ഹിന്ദിയിൽ പറയുന്നത്. നമ്മുടെ റോസപ്പൂവിന് ഹിന്ദിയിൽ ഗുലാബ് എന്നാണ് പറയുന്നത്. ഗുലാബ് കെ ഫൂൽ കാ രംഗ് ഗുലാബി ഹേ. ഗുലാബ് കെ ഫൂൽ കാ രംഗ് ഗുലാബി ഹേ. പനിനീർ പൂവിൻ്റെ നിറം റോസ് ആകുന്നു. പനിനീർ പൂവിൻ്റെ നിറം റോസ് ആകുന്നു. ഗുലാബ് കെ ഫൂൽ കാ രംഗ് ഗുലാബി ഹേ. അപ്പം നമ്മളിന്ന് നിറങ്ങളാണ് പഠിച്ചത്. അടുത്ത ക്ലാസ്സിൽ പുതിയൊരു
ടോപ്പിക്കുമായി വീണ്ടും കാണാം.